ഹലോ ഫ്രണ്ട്സ്, അപ്പോൾ എല്ലാവരും കൂടി ഇനി പെറ്റ്ഫിക്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ നമ്മളെ കിളിക്കൂട്ടിലേക്ക് കുറച്ച് കിളികളെ കൂടി വാങ്ങിയിട്ടുണ്ട്. അപ്പോൾ കിളികളെ കാണിക്കും മുമ്പ് നമ്മൾ ഇന്ന് ഫുഡ് കൊടുത്തിട്ടില്ല കിളികൾക്ക്. നമുക്ക് ആദ്യം ഫുഡ് കൊടുക്കാം. അപ്പോൾ നമ്മൾ ഫുഡെല്ലാം എടുത്തിട്ട് കഴിഞ്ഞാൽ നമുക്ക് കിളിക്കൂട്ടിൻ്റെ ഉള്ളിലേക്ക് കയറാം. മോൻ തുറന്നാ നല്ല പറഞ്ഞാൽ തുറക്ക് ബാ. അപ്പോൾ ഇതാ നമ്മളെ ഫുഡ് കണ്ടിട്ട് ആദ്യം ഇവരിൽ ഇവിടെ വന്നിട്ടുണ്ട്. എല്ലാവരും ഇവിടെ വന്നിട്ടുണ്ട്. ഇനി നമുക്ക് അകത്തേക്ക് കയറാം. ബാ, നമുക്ക് ഈ വാതിലും കിടക്കാം. ആര് തുറന്ന അതെ, ഇതാ ഫുഡിതാ തുറന്നോ. നമ്മളെ രാധയും വിട്ടു ഇവിടെ തന്നെ ഉണ്ട് വന്നിട്ട്. ഓ തരാ അപ്പോൾ ഈ വാതിൽ ഞാൻ ക്ലോസ് ചെയ്യട്ടെ. ഇവിടെ വെക്കാം. നമ്മളെ ഫിഞ്ചസ് എല്ലാം എത്തിയിട്ടുണ്ട്. നമുക്ക് ഫുഡ് ഇതിനകത്ത് ഇട്ട് കൊടുക്കാം. അപ്പോൾ നമ്മളിങ്ങനെ ഫുഡ് കൊടുക്കുമ്പോൾ ഇവരെല്ലാം ഇങ്ങോട്ട് വരുത്തുന്നുണ്ട്. ഇതാ വിട്ടുവിൻ്റെ ആദ്യമെല്ലാം ഉണ്ട്. ഫിഞ്ചസ് എല്ലാം ഇപ്പം വരും. കണ്ടാൽ ഇങ്ങോട്ട് വരും. എല്ലാവരും കൂടെ തന്നെ ഉണ്ട്. ഇവർ ഇതിനകത്ത് തന്നെ കഴിക്കാൻ തുടങ്ങി. അപ്പം നമ്മളിന്ന് കുറച്ച് നേരം പോയി ഇനി ഫുഡ് കൊടുക്കുക. അതുകൊണ്ടാണ് തരാം. അപ്പോൾ നമുക്ക് ഈ തെന ഇവിടെ വെച്ച് കൊടുക്കാം. ഇവരെല്ലാം ഇവിടെ വന്നിട്ട് നിന്നോളൂ. ഓക്കെ, ഇത് നോമ്പ് പിടിച്ചോ. ഇതാ ഇപ്പോൾ എല്ലാവരും വരുന്നുണ്ട്. ഇതും കൂടെ വെച്ച് കൊടുത്താൽ ഒന്ന് വെച്ചു. അത് നമ്മളെ ഫിഞ്ചസും ഡയമണ്ടാവും എല്ലാവരും വന്ന് കഴിക്കുന്നുണ്ട്. എല്ലാവർക്കും നല്ല വിശപ്പുണ്ടെന്ന് തോന്നുന്നല്ലേ. അപ്പോൾ നമ്മളിവിടെ വെച്ചോണ്ട് നമ്മൾ തൽക്കാലത്തേക്ക് ഇവിടെ വെച്ചാണ്. നമ്മൾ ഇതിനകത്തെല്ലാം ഇട്ട് കൊടുക്കും. ഇപ്പോൾ ഉണ്ട്. ഇപ്പോൾ എല്ലാവരും വന്നിട്ട് തിന്നുന്നുണ്ട് ഇവിടുന്ന്. നമ്മളെ ഫിഞ്ചസെല്ലാം എല്ലാവരും ഉണ്ട് ഒരുമിച്ച് വന്നിട്ട്. ലവ് ബേർഡ്സ് ഉണ്ട്. ആദ്യം ഇട്ടുണ്ട്. നമുക്ക് ഇതിനകത്ത് ഇട്ട് കൊടുക്കാം തൽക്കാലത്തേക്ക്. ഇതെന്താ ഒരാൾ ഇതിനകത്ത് കയറി ഇതിന് പറഞ്ഞേ നന്നായിട്ട് എന്താ പോയാ വെള്ളത്തിലായിരുന്നു. അതാണ് നനഞ്ഞതാ. അപ്പോൾ നമുക്ക് കുറച്ച് നിലത്തിട്ട് കൊടുക്കാം. ഈ ഡയമണ്ട് ഒക്കെ എല്ലാം നിലത്ത് തന്നെ. അപ്പോൾ നമുക്ക് കുറച്ച് ഇവർക്ക് ഇവിടെ തന്നെ ഇട്ട് കൊടുക്കാം. ഇവരും നമ്മളെ ബട്ടൺ കുയിലൊക്കെ നിലത്ത്. അപ്പോൾ ഇതാ ഡയമണ്ട് വെല്ലം ഇവിടെ എത്തിയിട്ടുണ്ട്. കുറച്ച് നമുക്ക് ഇട്ട് കൊടുക്കാം. എന്താ മിട്ടു എനിക്ക് തന്നെ വേണോ? ഓ മിട്ടു എല്ലാം കഴിക്കും. തെനയും തിന്നു. ഇതിൻ്റെ ഫുഡല്ല. ഇനി നമുക്ക് ഇവരെ ഇതിൻ്റെ അകത്തെല്ലാം ഇട്ട് കൊടുക്കാം. ഫുഡിൻ്റെ അകത്ത് ഏതേനും തെനേൻ്റെ ഇതല്ലേ. ഇതിൻ്റെ അകത്ത് കുറച്ച് ഇതാ ഇവൾ ഫുള്ള് കഴിച്ചിട്ടുണ്ട്. ഇത് നമുക്ക് ഇവിടെ ഇട്ട് കൊടുക്കാം. ഉണ്ടത് കഴിച്ചോട്ടെ. കുറച്ച് ഇതിലും ഇതിവിടെ വെച്ച് കൊടുക്കാം നമുക്ക്. ഇത് കൂടിട്ടെ രണ്ടെണ്ണത്തിലല്ലേ ആക്കുള്ളൂ. മിട്ടു വിടടാ. കൊണ്ടാ വെച്ചോടുക്കട്ടെ. എടുത്തു. അപ്പോൾ ഇത് ഒന്ന് ഇവിടെയും വെച്ച് കൊടുക്കാം. അപ്പോൾ ഇതാ കുറച്ച് നമ്മൾ 3 പാത്രത്തിലാക്കി കൊടുക്കുന്നുണ്ട് ഫുഡ്. അപ്പോൾ ഇതിവിടെയും വെക്കാം. ഇതെല്ലാവരും വന്നിട്ടുണ്ട്. അപ്പോൾ കഴിച്ചോ. അപ്പോൾ എല്ലാവരും ഇവിടെ നിന്ന് തന്നെ കഴിക്കുന്നുണ്ട്. നല്ല രസമുണ്ട്. ഇവരെല്ലാവരും ഒരുമിച്ച് ഇങ്ങനെ നിൽക്കുന്നതാണ്. നമുക്ക് ഈ ഫുഡും കൂടി ഇനി ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. തരാ എൻ്റെ ഇടട്ടെ. ഓ ഇതെല്ലാം ഫുള്ള് തിന്നീന്. ഫുള്ള് തോടാ. അതെ ഞാനിടട്ടണേ. ഇതിവിടെ വെക്കാം. നമ്മളെ കോക്ടെയിൽ ഇവിടെ വന്നിട്ടുണ്ട്. ഫുഡ് കഴിക്കാൻ വന്ന ഇതാ ഇത് ഫുള്ള് കാലിയാ. കഴിച്ചോ കഴിച്ചോ മോനെ. ഓ ഭയങ്കര സ്ഥലമാണല്ലോ.
അപ്പോൾ ബാക്കിയുള്ളതും കൂടി നമ്മൾ അതിൻ്റെ തന്നെ ഇട്ട് കൊടുക്കാം. ഓ അതിനിവർ സമ്മതിക്കണ്ട എന്നെ ഒന്നിടെ അടക്ക. നമുക്ക് ഈ 2 പാത്രത്തിൽ നമ്മൾ കൊടുക്കൽ ഫുഡ്. ആ കൊടുക്കട്ടെ. അത് അവിടെ നിന്നോ. ഇല്ല നമ്മളെ കോക്ടെയിൽ ഒരാളെടുപ്പോയി. ഇല്ല ഇല്ല നമ്മളെ കോക്ടെയിൽ ഇങ്ങനെ എത്തിയിട്ടുണ്ട്. ഒരാളെടുപ്പോയി 3 എണ്ണാണല്ലോ. ഇതാ ഒരു കോക്ടെയിൽ ഇതാ ഒരാൾ ഇവിടുന്ന് തെന നിന്നുണ്ട്. അവരെല്ലാവരും ഓരോ ഫുഡാണ് കഴിക്കല്. ആ ഇത് ഫുള്ളിലിട്ടിട്ടുണ്ട്. എല്ലാവരും കഴിക്കട്ടെ. അത് തീർന്നു മോനെ. ഇതാ നേരത്തെ നമ്മൾ ബാക്കിയുള്ള ഫുഡെല്ലാം ഇവർ കഴിക്കുന്നുണ്ട്. നമ്മൾ എല്ലാവരും ഫുഡൊന്നും അങ്ങനെ വേസ്റ്റായിട്ട് പോകില്ല. അതുകൊണ്ട് ഇതാ രാധയും കോക്ടെയിലും ഒരുമിച്ചാണ് കഴിക്കുന്നത്. നമ്മളെ ജാവ എന്താ ഇവിടെ വെക്കുന്നത്? ജാവ ഇത് നമ്മളെ പുതിയ വന്ന ആൾക്കാരാണ് ഇവർ. നല്ല രസമില്ല ഇവർക്കാണ്. അപ്പോൾ ഇവർക്കെല്ലാം നമ്മൾ ഫുഡ് കൊടുത്തിട്ട് എല്ലാവരും ഫുഡ് കഴിക്കുന്നുണ്ട്. നല്ല നിലത്തുനിന്ന് എല്ലാവരും ഇവിടെ നിന്നെല്ലാം കഴിക്കുന്നുണ്ട്. ഇനി നമുക്ക് പ്രാവിന് ഫുഡ് കൊടുക്കാം. പ്രാവിന് നമ്മൾ ഫുഡ് കൊടുക്കുമ്പോൾ തുറന്ന് വിടലുണ്ട്. തുറന്നു മോനെ. ഇതാ പ്രാവിൻ്റെ അകത്ത് അടയിരിക്കുക. എന്താ പ്രാവിൻ്റെ ഫുഡ് എടുക്കാം. എന്താ ഫുള്ള് ഇവർ കഴിച്ചിട്ടുണ്ട് ഫുഡ്. ഞാൻ പ്രാവിൻ്റെ ഫുഡ് കൂടി കൊടുക്കട്ടെ. കൊണ്ടെടുത്ത് അതാ പുറത്ത് വരുന്ന നമ്മളെ പ്രാവ് പുറത്ത് വരുന്നുണ്ട്. ഇറങ്ങട്ടെ മോനെ. ഇറങ്ങട്ടെ. ഇല്ല പോട്ടെ. നമ്മൾ ഫുഡ് വെച്ചിട്ടുണ്ട്. നമ്മളെ പ്രാവ് ഇവിടുന്ന് തന്നെ കഴിക്കുന്നുണ്ട്. നമുക്കൊരു കമൻറ്റ് വന്നിട്ടുണ്ടെങ്കിൽ പ്രാവിനെ ഇങ്ങനെ കൂട്ടിൽ തന്നെ ഇട്ടാൽ അതിന് സങ്കടം. ബാക്കിയുള്ള പക്ഷികൾ ഇങ്ങനെ പറന്ന് നടക്കുന്നുണ്ട്. നമ്മളിങ്ങനെ കൂട്ടിലിടല്ല. നമ്മൾ ഇതിനകത്ത് കയറുമ്പോൾ ഇതിനെ അഴിച്ചു വിടലുണ്ട്. ഒരാൾ ഇതിനകത്ത് തന്നെ ഇരിപ്പുണ്ട്. മുട്ടക്ക് കാവലിരിക്കുക. മുട്ടക്ക് അടയിരിക്കുന്നത്. നമ്മളെ മറ്റേ പ്രാവ് ഇറങ്ങുന്നുണ്ട്. മുട്ടയോടെ വെച്ചിട്ട് 2 ആൾ ഇറങ്ങി. ഓ എന്നാൽ കഴിച്ച ഫുഡ് കഴിച്ചെന്നാൽ അപ്പോൾ നമ്മളെല്ലാവർക്കും ഫുഡ് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കില്ല നമ്മളെ പുതിയ പക്ഷികളെ വാങ്ങിയത് നമുക്ക് ഈ കൂട്ടിലേക്ക് ഇങ്ങോട്ട് എടുക്കാം. അതേ മിട്ടൊന്ന് ഇങ്ങോട്ട് ഞാൻ എടുത്തിട്ട് വട്ടെ. പോണോ അരി ഇങ്ങോട്ട് അതെടുത്തിട്ട് വട്ടെ. ഭവനെ അപ്പോൾ നമ്മൾ പുതിയ ആൾക്കാർ ഇവരാണ്. ഞാൻ കാണിച്ചു 4 അതിലെടുക്കട്ടെ. ആഫ്രിക്കൻ ലവ് ബേർഡ്സിന് 4 പേരും കൂടി നമ്മൾ വാങ്ങിയിട്ടുണ്ട്. ഇനി ഇവരെയും കൂടി നമുക്ക് ഈ കിളിക്കൂട്ടിലേക്ക് അയച്ചു വിടാം. ഇവരെ നമുക്ക് പിടിച്ചതിനകത്തേക്ക് പറത്തി വിടാം. മിട്ടും എത്തിയിട്ടുണ്ട്. അപ്പോൾ ഇതാ ഒരാളെ കിട്ടിയിട്ടുണ്ട്. ഒരു ഗ്രീനും വൈറ്റെല്ലുള്ളൊരു കിളിയാണ്. അവരങ്ങനെ കടിക്കുന്നില്ലല്ലോ. ഉണ്ട്. രാധയും വിട്ടു. എന്താ ഇവിടെ തന്നെ വന്നതിന് വിട്ടോ? എന്നാ പരിപാടി? ആടന്നു. അപ്പം നമുക്ക് ഇവരെ തൽക്കാലത്തേക്ക് ഇവിടെ വെക്കാം. എൻ്റെ കൈ ഇവിടെ വെക്കാം. ഇവരെ ഫുഡ് കഴിക്കണ്ടേ കഴിച്ചോട്ടെ. പറന്ന് ഒരാളെ നമുക്ക് പിടിക്കാം. ഇവരിൽ ഏകദേശം ഒരേ കളറാണ്.
അടുത്ത ആൾ ഇതാണ്, ചെറിയൊരു റെഡ് ഉണ്ട് ഇതിൻ്റെ കഴുത്തിൻ്റെ ഇവിടെ. ഓക്കെ, നമുക്ക് ഇവനെയും കൂടി നമ്മളെ കൂട്ടിലേക്ക് പറത്തുന്നില്ല, നമ്മളിവിടെ വെക്കാം. പറന്ന് പോകുന്നുണ്ട്, അങ്ങ് പോയിക്കോട്ടെ. പറന്നു, പറന്നു പോയി. ഒരാളിത് ഇവിടെ വന്ന് നിന്നിട്ടുണ്ട്. രാധയും വിട്ടുണ്ട് പുതിയ ആളെ കാണാടെ വന്നിട്ട്. അപ്പോൾ അടുത്ത ആളെ നമുക്ക് പിടിക്കാം. നമ്മൾ 4 പേരാ വാങ്ങി, അല്ല 2 പേരാ വാങ്ങി, 4 ആൾക്കാരുണ്ട്. 4 കിട്ടുന്നില്ലല്ലോ. ബാബാ പുതിയ കൂട്ടിലേക്ക് പോലെ വാ. അടുത്ത ആളെ നമുക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ അടുത്ത ആൾ ഇതാണ്, ഒരു ചെറിയ സ്ലൈറ്റ് കളറും ഒരു ഗ്രീനിലുള്ള കളറാണ്. ഇനി പുതിയ കൂട് കേട്ടോ. ഓക്കെ, നമുക്ക് ഇയാളെയും കൂടി ഇവിടെ വെക്കാം. ഇല്ലല്ലോ കേട്ടോ, പറന്നോ. അതങ്ങോട്ട് പറന്നു പോയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ രാധയുണ്ട് ഇവരെ കാണിച്ചിട്ട് ഇങ്ങനെ നിൽക്കുന്നു. എന്നാ വേണ്ടേ വിട്ടോ. അപ്പോൾ അടുത്ത ആളെയും കൂടി പിടിക്കാം. അടുത്ത ആളെ കിട്ടിയിട്ടുണ്ട്, പിടിക്കുന്നുണ്ട്. അടുത്ത ആൾ ഇതാണ്, എല്ലാം ഏകദേശം ഒരേ കളർ തന്നെയാണ് നമുക്ക് കിട്ടിയത്. അപ്പോൾ ഇയാളെയും കൂടി ഞാനിവിടെ വെക്കുകയാണ്. പറഞ്ഞത്. അപ്പോൾ 4 ആൾ നമ്മൾ പറത്തി വിട്ടിട്ടുണ്ട്. ഒരാൾ ലാസ്റ്റ് വരച്ചാൽ ഇവിടെ വെക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ പ്രാവ് രണ്ടും ഫുഡെല്ലാം കഴിച്ചിട്ട് കൂട്ടിൽ തന്നെ കയറിയിട്ടുണ്ട്. ഒരാൾ മുട്ടക്കടയിരിക്കുന്നുണ്ട്. മറ്റാളിത് എവിടെ? നമ്മളിതിപ്പോൾ എന്തായാലും ഡോർ അടക്കുന്നില്ല തൽക്കാലത്തേക്ക്, ഇവിടെ വെക്കട്ടെ. പിന്നെ നമ്മളെ കൂട്ടിലിതാ ഫുള്ളായിട്ട് കുറച്ച് ഷീറ്റ് ഇട്ടിട്ടുണ്ട്. ഭയങ്കര മഴയുണ്ട് 2 ദിവസമായിട്ട്. അതുകൊണ്ട് ഇവിടെയുള്ള ഷീറ്റെല്ലാം വെച്ചിട്ട് നമ്മൾ ഷീറ്റ് ഇട്ടിട്ടുണ്ട്. ഈ നടുഭാഗം ചെറുങ്ങനെ വെച്ച് വിട്ടിട്ടുണ്ട്, ഇതിലോട്ട് വെള്ളം ഇങ്ങോട്ട് വരേണ്ടിയിട്ട്. പിന്നെ ഇവിടെയുള്ള വെള്ളം ഇങ്ങോട്ട് പോകേണ്ടിയിട്ട് ഇവിടെ ഒരു ഇതിങ്ങനെ വെച്ചിട്ടുണ്ട്. അപ്പോൾ ഈ വെള്ളം അങ്ങ് പുറത്ത് പോയിക്കോളും. നമ്മൾ ഡയമണ്ട് ഉണ്ടാവുമല്ലോ, നിലത്ത് ഇങ്ങനെ ഇരിക്കുന്നുണ്ട്. നമ്മൾ പുതിയ ആൾ ഇവിടെ വന്നിട്ടുണ്ട്. ഒരു കുറച്ച് ചെറുതാവശ്യങ്ങൾ, നമ്മൾ ആദ്യം വാങ്ങിയതിൻ്റെ അത്ര വലിപ്പമില്ല, ചെറിയ കുട്ടികളാണെന്ന്. അപ്പോൾ നമ്മളെ കിളിക്കൂടിൽ ഒരുപാട് കിളികളായിട്ടുണ്ട് ഇപ്പം തന്നെ. പിന്നെ ഇവർക്കൊന്നും കയറി ഇരിക്കേണ്ട ചെറിയ കൂടുകൾ ഇപ്പം ഇതിൻ്റെ അകത്ത് സെറ്റായിട്ടില്ല. പിന്നെ നമ്മളെ മിട്ടും രാധയെല്ലാം രാത്രി ഈ കാണുന്ന കൂട്ടിലാണ്, ഈ മരത്തിൻ്റെ കൂട്ടിലാണ് കയറിയിരിക്കുക രാത്രി. പിന്നെ രാവിലെ ആകുമ്പോൾ നമ്മളെ ഈ പച്ച കളറുള്ള ആഫ്രിക്കൻ ലവ് ബേർഡ്സാണ് ഇതിൻ്റെ അത് കയറിയിരിക്കൽ. അപ്പോൾ ഇവർക്കെല്ലാവർക്കും വേണ്ട കൂടി നമ്മൾ സെറ്റാക്കിക്കൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ നല്ലൊരു വീഡിയോ നമ്മൾ ഇതിൻ്റെ അകത്ത് ചെയ്യുന്നതായിരിക്കും, കൂടെല്ലാം സെറ്റാക്കുന്നത്. പിന്നെ നമ്മളെ ലവ് ബേർഡ്സിന് കൊടുക്കാൻ വേണ്ടി കുറച്ച് തുളസി പറിച്ചിട്ടുണ്ട്. ഞാനത് എടുത്തിട്ട് വരും. അപ്പോൾ നമ്മൾ നേരത്തെ പറിച്ച് വെച്ചാണ് തുളസി, ഇവർക്ക് ഭയങ്കര ഇഷ്ടമാണ്. നോക്കിക്കോളാം. പിന്നെ മണക്കുമ്പോൾ തന്നെ ഇവരെല്ലാവരും എത്തും. ഞരടി കൊടുക്കാം നമുക്ക്. ഞാനിത് കയ്യിൽ ഇങ്ങനെ വെച്ച് വെക്കാം. അപ്പോൾ ആരെല്ലാം വരുന്നുണ്ടെന്ന് നമുക്ക് നോക്കാമല്ലോ. ലവ് ബേർഡ്സ് ഒന്നും നമ്മളെ കൈമിൽ ഇങ്ങനെ വരുത്തില്ല. വിട്ടു ഇനി അതൊന്ന് അപ്പോൾ ആരെല്ലാം വന്ന് കഴിക്കുന്നു നോക്കാം. രണ്ട് ചെറിയ കഷ്ണം നമുക്ക് ആരിൻ്റെ കയ്യിലും കൊടുക്കാം. ഇവിടെ നിന്നോ, അപ്പോൾ ആരാ വരുമോ നോക്കാലോ നമുക്ക്. ലവ് ബേർഡ്സ് കൈമിൽ വരുമോ നോക്കാലോ. ഒന്ന് വേണ്ട ആൾ വന്നോളെ, എൻ്റെ കൈമെന്ന് കഴിച്ചോ. എവർക്കെല്ലാം വരണമെന്നുണ്ട്, ചെറിയ പേടിയുണ്ട്. അപ്പൊക്കെ മിട്ടും രാധയും കൂടി തീർക്കും തോന്നുന്നു. അപ്പോൾ നമ്മൾ ലവ് ബേർഡ്സ് 2 ആൾ എൻ്റെ കയ്യിൽ വന്നിട്ട് കഴിക്കുന്നുണ്ട്. ഇപ്പോൾ ലവ് ബേർഡ്സ് നമ്മൾ വാങ്ങുമ്പോൾ ഇണങ്ങിയ കിളികളൊന്നും അല്ലേനു, നമ്മൾ തുളസി വെച്ചേരതാണ്. അപ്പോൾ 3 ആളായി വന്ന് കഴിക്കുന്നുണ്ട്. നല്ല രസമുണ്ട് ഇവർ ഇങ്ങനെ കൈമൽ വന്ന് കഴിക്കുന്നതാണ്. ബാക്കി ഇവർ തിന്നതിൻ്റെ ബാക്കി നിലത്ത് വീഴുന്നുണ്ട്. അവിടുന്ന് കുറച്ച് ലവ് ബേർഡ്സ് കഴിക്കുന്നുണ്ട്.
അവർക്ക് പേടിയില്ല കേട്ടോ. ഞാനിപ്പോൾ എൻ്റെ അടുത്തേക്ക് ആക്കിയില്ല, എന്നിട്ടും പറന്നൊന്നും പോകുന്നില്ല. ഒരാൾ പോയി. വന്നോ വന്നോ. ഓ, രാജുവും മിട്ടും വന്നിട്ടുണ്ട്. ഇവരും തുളസി കഴിക്കുന്നുണ്ട്. അപ്പോൾ ഇതാ കുറേ ആൾ വന്ന് കഴിക്കുന്നുണ്ട് ഇപ്പോൾ. നിൽക്കാൻ സ്ഥലമില്ല, അതാ എൻ്റെ കൈ മേലെ നിൽക്കാൻ സ്ഥലമില്ല, അതായപ്പോഴായിരുന്നു. ഇവർക്കിത് ഇഷ്ടമാണ് നമ്മൾ ആഫ്രിക്കൻ ലവ് ബേർഡ്സ് ഇവിടെ ഉണ്ട്. അവർക്കിത് വേണോ? ഇല്ല, അവരുടെ പേടി അങ്ങനെ മാറിയില്ല കേട്ടോ. ഇല്ല. അപ്പോൾ ഇതാണ്ട് നമുക്ക് ബാക്കി ഇവിടെ വെക്കാം. ബാക്കി ഇവർ ഇവിടുന്ന് കഴിച്ചോട്ടെ. എല്ലാവരും കഴിച്ചോളാം. പിന്നെ നമ്മളെ ഫിഞ്ചസിനൊക്കെ നല്ല രസത്തില്ല ഇവിടെ ഇരിപ്പുണ്ട്. എല്ലാവരും വൈകിട്ടാകുമ്പോൾ എല്ലാവരും ഇങ്ങനെ വന്നിരിക്കും ഒരുമിച്ചിട്ട്. നല്ല രസം ഇവരിങ്ങനെ ഒരുമിച്ചിരിക്കുന്ന കാണാൻ തന്നെ. അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോ എത്രയാണ്, നമ്മൾ ഫുഡും ഇതെല്ലാം കാര്യങ്ങളെല്ലാം കൊടുത്ത് തുളസിയെല്ലാം കൊടുത്ത് എല്ലാവരും കഴിക്കുന്നുണ്ട്. ഇവിടുന്ന് എല്ലാവരും കഴിക്കുന്നുണ്ട്. അപ്പോൾ ഇന്നത്തെ വീഡിയോ എത്രയേ ഉള്ളൂ. രാധേ ബായ് പറഞ്ഞോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ എത്രയേ ഉള്ളൂ. നമുക്കിനി പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. നമ്മളെ വീഡിയോസ് ഇഷ്ടപ്പെടുന്നുണ്ട് എല്ലാവരും ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബും ചെയ്യണം. ബൈ. ഇനി പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ബൈ.